ഇതൊരു ഒറ്റ ഏറിന് അതിലെ പോയിലും കണ്ടല്ലോ. ഇതിന്റെ ആരെയും കയറി കെട്ടി ഞാൻ മേലെ കയറി. അത്രേ ഉള്ളു പണി. ഓക്കെ ഇവിടെ മതിയാ. കേറാറായില്ല. ആദ്യം ബലമുണ്ടോ നോക്കട്ടെ. മാമ കയറി. മാമ കയറി നോട്ടെ. നേരെ കയറ്. കയറങ്ങോട്ട്. റെഡി. ഓക്കെ കേറ് കേറ്. റെഡി. ഓക്കെ പറഞ്ഞോട്ടോ പതുക്കെ ആട്ടു. അളിയാ എന്താണ് എന്താന്നറിയായി കാണിക്കുന്നത്? എന്ത് തോന്നി കൊച്ചു കൊച്ചു നീ എന്താണ് കൊച്ചെന്തെങ്കിലും പറഞ്ഞ ഉടനെ ചാടി ഇവിടെ ഊഞ്ഞാലേട്ടാണ് ചെയ്യണ്ടേ? ഊഞ്ഞാലേട്ട് നിനക്കെന്താ ഊഞ്ഞാലേട്ട കുഴപ്പമുണ്ട്. ഇതെന്താ അപകടം പിടിച്ച് ഇറങ്ങി തക്കളി ഇറങ്ങി കളിക്കാതെ. അളിയാ നീ മാറിയാണ്. നീ തമാശ കളിക്കരുത്. ഇത് അത്ര വലിയ വിഷയമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ഇത് വിഷയമുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാതാണ് ഇത് കെട്ടിക്കൊടുക്കാൻ. രാവിലെ അവള് പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ അറിയാമോ, ഇത് കുഴപ്പമാണ്, ഇതൊക്കെ വലിയ അപകടമാണ്. എന്താണ് എന്താ പ്രശ്നം? എന്താ പ്രശ്നം വെച്ചാൽ കൊച്ചിനെ ഊഞ്ഞാലും നാട്ടിൽ ഇറങ്ങി ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം പറഞ്ഞില്ലേ. അളിയാ ഇതിൽ നിന്നെങ്ങാനും വീട് മുറിഞ്ഞു ഒടിഞ്ഞൊക്കെ വാരി വീണ വലിയ പ്രശ്നമാവും. കൊച്ചു സ്കൂളിൽ പഠിക്കാൻ പോളാണ്. നിനക്കുള്ള ദണ്ണം പോലെ തന്നെ എനിക്കും ദണ്ണുണ്ട്. ആ അതൊക്കെ ഇപ്പൊ പറയും. ഇത് കഴിഞ്ഞ പിന്നെ കൊണ്ടു നടക്കാൻ ഞാനും തങ്ങ കാണുള്ളൂ. നിന്റെ അടുത്ത് ഞാൻ രാവിലെ മര്യാദക്ക് പറഞ്ഞു കേട്ടോ. ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും വേണ്ട. അതെ നീ ആവശ്യമാണ് സംസാരിക്കാൻ. ഒരു ഓണല്ലേ അങ്ങനെ ഓണം എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയ ദിവസം നടക്കൂല. ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നീ പാട്ട് പോളിയാ ഇത് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊച്ചിന്റെ ദേഹത്ത് മുറിവോ ചതവോ വല്ലതും വന്നാണ്ടല്ലോ രണ്ടുപേരും കൊണ്ട് നടന്നോളാം ആശുപത്രിയിൽ. അതിന് പൈസയും കൂടെ കരുതി വെച്ചാണോ കേട്ടാ. വേണ്ട മുറിയാ വല്ലതും ചെയ്താ മാമന്റെ മാമിയുടെ കൂടെ അങ്ങ് പൊക്കോണം. ആ വീട്ടിലോട്ട് വരണ്ട. ഇവനിത് എന്തിന്റെ കേടാണ്. വഷളാക്കാണ്. സാരടി കേറിക്കോ. കേറ്. നേരെ ഇരിക്കേ. ഇതെന്ത് മുഖം അത്? ഇങ്ങനെ സങ്കടപ്പെട്ട് ആടാനാണെങ്കിൽ നീ ആടണ്ട, ഇറങ്ങിക്കോ. മതിയാ ഏട്ടാ നല്ല
എന്താണിത്? എവിടെയാണ് അമ്മാവാ? എന്താടാ ഇത് കലക്കിണ്ടല്ലോ? എന്റെ ഐഡിയ ആണ്. എന്റെ ഐഡിയ അവന്റെ ഐഡിയ അതെനിക്ക് വിശ്വാസമായി. നിന്റെ ഐഡിയ ഞാൻ അമ്മാവ കംപ്ലീറ്റ് ഡിസൈനാണ് കാണിച്ചു കൊടുത്തപ്പോ അവരത് കൂടെ കിട്ടി. ഡിസൈനിന്റെ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. അസലേ തമിഴ്നാട്ടിലെ പൂവില്ലെങ്കിലേ ഇപ്പൊ മലയാളികൾക്ക് ഓണത്തിന് പൂവിടാനില്ല. ഒറ്റ തുമ്പയോ ചെമ്പരത്തി ഉണ്ടോ നോക്കിയോ കയ്യില്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ മറ്റേ ഫ്ലെക്സിന്റെ കിട്ടും. നിന്റെ നെറ്റിയിലെന്താണ്? നെറ്റിയിലെന്താണ്? എവിടെ ഇടിച്ചു വീഴുന്നോ? ചന്ദനോ? ഓണമല്ലേ, ഞാനൊരു കുറികൊട്ട് നോക്കിയപ്പോ എന്താ എന്താ ഇതൊക്കെ നിങ്ങളുടെ കുത്തകയാണോ? അല്ലല്ലോ, ആർക്കൂടല്ലോ. അല്ലല്ല, ദേശീയോത്സവം ആർക്ക് വേണം ഇടേ. ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. ഇല മുറിക്കണ്ടേ? ഇലയൊന്നും മുറിച്ചില്ല ഇതുവരെ. അതൊക്കെ അവര് മുറിച്ചോളും. അതല്ല, ഇല മുറിക്കണ്ടേ? ഇതൊക്കെ അല്ലടാ ഒരു സന്തോഷം. ഇല കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ കൊണ്ടുവരാണെങ്കിൽ ഇങ്ങോട്ട് വരണം. എനിക്ക് അവിടെ ഇരുന്നാ പോലെ. അയ്യോ, ഇവിടെ ഇപ്പൊ ഒരു വാഴയേ ഉള്ളൂ. അതിന്ന് മുറിക്കാനേ പറ്റൂ. അതെ, ചേച്ചി അറിയണ്ട. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിച്ച അലമ്പായി പറഞ്ഞ ആകെ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം അലമ്പാക്കിയത് ആരാ? വേണ്ട, ഇനി ഇപ്പോഴേ അലമ്പ് തുടങ്ങണ്ട. എന്നാ പാപ്പാ, അല്ല ടച്ചിങ്സ് എന്തെങ്കിലും വേണ്ടേ? ടച്ചിങ്സ് എന്തെടുക്കും? ഉണക്കമീൻ കാണുമോ? ഓണക്കം ഓണായിട്ടല്ലേ? ഇവനെ ചേച്ചി എന്തെങ്കിലും അകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ആരും കാണാണ്ട് എടുത്തോണ്ട് പോവാ. ഞങ്ങൾ അപ്പുറത്തേക്കാ. നിങ്ങൾ വിട്ടോ. അല്ല സാധനം ഇവിടെ അല്ല, സാധനം അവിടെ നട്ടു വെച്ചിട്ടുണ്ടോ? തേങ്ങ ഇവിടെ തേങ്ങ തേങ്ങ കിട്ടിയില്ലാന്ന് പറഞ്ഞില്ലേ? നീ പിന്നെ എന്ത് കാര്യത്തിന് നിക്കണതാ? നീ ഇവിടെ വന്ന് നിൽക്കണോ? എന്തേ? അല്ല, ഞാൻ നിന്റെ കുറച്ചു മുമ്പ് അവിടെ കണ്ടല്ലോ. ഞാൻ അവിടെയും കാണും ഇവിടെയും കാണും. ഭയങ്കര പണിയാട്ടെന്ന്. അതെ, എന്തേ എന്തായി കാര്യങ്ങളൊക്കെ? ഇപ്പൊ ആയിക്കൊണ്ടിരിക്കല്ലേ? നോക്ക്. നോക്കല്ലേ? നോക്കാണ് ഏട്ടാ. തങ്ക എങ്ങടെ പോയി? തങ്ക അതാ തേങ്ങ അന്വേഷിച്ച് പോയതാണല്ലോ. എടി ആ സ്റ്റൗവിന്റെ അടിയിലുണ്ടോ നോക്കിയ തേങ്ങ അടിയിലെ സ്ഥലത്ത് ഇല്ല.